വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അത് ഇന്ത്യ ടുഡേയും CNN-ഉമാണ്. അതുപോലെ റിപ്പബ്ലിക് TV, അർണബിൻ്റെ TV സ്വാഭാവികമായി BJP അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചു കഴിഞ്ഞു എന്നാണ് ഞാനിപ്പോൾ ബ്രേക്കിംഗ് ന്യൂസിൽ നിന്ന് കാണുന്നത്. റിപ്പബ്ലിക് TV പറയുന്നു BJP അധികാരത്തിൽ വരും. തമിഴ്നാട് എന്ന സംസ്ഥാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആദ്യം 359 സീറ്റ് നേടും എന്ന് റിപ്പബ്ലിക് TV. 359. കഴിഞ്ഞ തവണ BJPക്ക് 303 സീറ്റുകളായിരുന്നു. ആകെ ഘടകകക്ഷികൾ കൂടി ചേരുമ്പോൾ 350 സീറ്റ്. ഇതിപ്പോൾ BJP മാത്രം എന്ന നിലയിലാണ് റിപ്പബ്ലിക് TV പറയുന്നതെന്ന് വിചാരിക്കുന്നു. തമിഴ്നാട്ടിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണി, DMK മുന്നണി വളരെ ശക്തമായി മുന്നോട്ട് പോകും എന്ന നിലയിൽ തന്നെയാണ്. മഹാഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കും. അതിൻ്റെ കണക്കുകൾ ബ്രേക്കിംഗ് ന്യൂസായി പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീലാൽ കേട്ടല്ലോ. പക്ഷേ 1 മുതൽ 3 വരെ എന്ന നിലയിൽ BJPയെ പ്രവചിക്കുന്നുണ്ട് ഇന്ത്യ ടുഡേയും CNN-ഉം. അരുണാചലത്തിൻ്റെ ഒരു സീറ്റിനെ കുറിച്ചൊക്കെയാണ് ഇവരുടെ ഒരു പ്രഡിക്ഷൻ്റെ സാധ്യത. ബേസ് അതാണെന്ന് തോന്നുന്നു. പക്ഷേ തമിഴ്നാടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഈ പ്രവചനം അത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ടോ ശ്രീലാൽ? CNN, ഇന്ത്യ ടുഡേ. ശരത്, തമിഴ്നാട്ടിലും കേരളത്തിലും 1 തൊട്ട് 2 സീറ്റ്, 2 തൊട്ട് 3 സീറ്റ്, 3 തൊട്ട് 4 സീറ്റ് എന്നിങ്ങനെയുള്ള ഒരു പ്രവചനം എന്തായാലും ഉണ്ടാകും. കേരളത്തിൽ പ്രവചനം വരുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെയും 3 സീറ്റ് എന്നുള്ള ഒരു പ്രവചനം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കേരളത്തിന്റെ കാര്യത്തിലും തമിഴ്നാടിന്റെ കാര്യത്തിലും അതെന്താണ് ശ്രീലാൽ? ദേശീയ മാധ്യമങ്ങളുടെ ഒരു മര്യാദയാണോ? രാജ്യം ഭരിക്കുന്ന BJPക്ക് വിടാനുള്ള മടി കൊണ്ടാണോ? അതായത് ഇത് ഈ പറയുന്ന ഒന്നും കിട്ടാത്ത സംസ്ഥാനങ്ങൾ എന്നുള്ള സംസ്ഥാനങ്ങളിൽ 2 or 3 ഒക്കെ വിട്ട് കഴിഞ്ഞാൽ അത് തുടക്കത്തിൽ വരുന്നത് കൊണ്ട് തന്നെ പിന്നീട് ചർച്ച ചെയ്യപ്പെടില്ല. പ്രധാനമായും ഈ എക്സിറ്റ് പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ്? വലിയ സംസ്ഥാനങ്ങളിൽ എത്ര സീറ്റ് എന്നുള്ള ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് 2 സീറ്റ് 3 സീറ്റ് എന്ന് പറഞ്ഞു പോവുക. അതൊരു ആ സംസ്ഥാനത്ത് സംസാരിക്കപ്പെടുന്ന ഒരു പൊതു ട്രെൻഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ക് കൂടി വെച്ചിട്ടുള്ള ഒരു സാധ്യതയാണ് ഞാൻ ഈ കാണുന്നത്. കാരണം 2009 ശ്രീലാൽ തമിഴ്നാട്ടിൽ BJPക്ക് സീറ്റ് കുറിക്കുന്നുണ്ടോ? എൻ്റെ കണക്കിൽ ഉണ്ടാകാനുള്ള ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. തമിഴ്നാട്ടിൽ ഇത്തവണ BJPക്ക് ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് ഞാൻ അവിടെ പല നേതാക്കളുമായും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരുമായുള്ള അരുണാചലം ബിൽഡപ്പ് ഒന്നും വർക്കായിട്ടില്ല എന്നാണോ? ഇല്ല, അരുണാചലം ബിൽഡപ്പ് ഒന്നും ഇല്ല. അവിടെ തമിഴ്നാട്ടിൽ BJP പ്രസിഡന്റ് വലിയ തോതിലുള്ള പ്രചാരണ രംഗത്തും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുമായിട്ട് ഒക്കെ വലിയ പ്രചാരണം നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സീറ്റ് പോലും ആ സീറ്റ് പോലും റിപ്പബ്ലിക് TV NDTV പറയുന്നത് 371 സീറ്റ്. NDTV വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. 2019 നോക്കൂ. 2019 ഏതാണ്ട് എല്ലാ നാഷണൽ ചാനലുകളും 350 സീറ്റുകൾ NDAക്ക് നൽകി. അതായത് 300 മുകളിലായിരുന്നു എല്ലാ ചാനലുകളുടെയും, ഏതാണ്ട് എല്ലാ ചാനലുകളുടെയും. ഏതോ 1-2 ചാനലുകൾ മാത്രമാണ് 259 റിപ്പബ്ലിക് TV പറയുന്നത്. അർണബ് പറയുന്നത് കുറച്ചുകൂടെ സൗകര്യാർത്ഥം അങ്ങനെ പറയുന്നല്ലേ സുഖം. അർണബ് പറയുന്നത് 359. കാരണം ശരി, അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ ഈ എക്സിറ്റ് പോൾ അങ്ങനെ തന്നെയാണ് വരിക. കാരണം മോദി ഇത്തവണ 400 എന്നുള്ളൊരു ബെഞ്ച് മാർക്ക് വെച്ചതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ, അതിപ്പോൾ ഞാൻ ചാനലുകളെ കുറ്റം പറയുന്നില്ല, ചാനലുകൾ ചോദിക്കുന്ന ആൾക്കാരുമെല്ലാം അവരെല്ലാം പറയുന്നത് ഈ ഒരു 400 അടുത്തേക്ക് എത്തുന്ന രീതിയിൽ തന്നെയൊക്കെ സംസാരിക്കുക. പക്ഷേ അതാകണമെന്നില്ല റിയാലിറ്റി. കാരണം ഈ എക്സിറ്റ് പോളിൻ്റെ ഒക്കെ മുമ്പ് ഈ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിനെതിരെ നയിച്ചവർ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് തന്നെ ഒരു വലിയ മാറ്റമുണ്ടായി. കാരണം അവർക്ക് അപ്പോഴാണ് ഒരു സാധാരണക്കാരൻ്റെ ട്രെൻഡ് മനസ്സിലാകുന്നത്, ഗ്രാമങ്ങളിലുള്ള ഒരു ട്രെൻഡ് മനസ്സിലാകുന്നത് അപ്പോഴാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ ചോദിക്കുന്നതിന് മറുപടി പറയുന്നു, എന്നാൽ അകത്തത് തന്നെ ചെയ്തു എന്നുള്ളത് നമുക്ക് തീർച്ചയായില്ല ഒരു കാര്യം. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി എക്സിറ്റ് പോളുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് 19 അതോടൊപ്പം തന്നെ 14-19 വർഷങ്ങളിൽ ആ തെരഞ്ഞെടുപ്പുകളിൽ എക്സിറ്റ് പോളിനേക്കാൾ കൂടുതലായിരുന്നു NDAക്ക് ലഭിച്ച ഭൂരിപക്ഷം എന്നുകൂടി കണക്കിലെടുക്കുമ്പോൾ ഇത്തവണ 350 എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈ ചാനലുകൾക്ക് ഒരു ബെഞ്ച് മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ 400 മുകളിൽ പോയാൽ മാത്രം ശരത്ത് അതിശയിച്ചാൽ മതി. കാരണം വെച്ചാൽ ബെഞ്ച് മാർക്ക് 400 ആണല്ലോ ഇത്തവണത്തെ. അതെ, ഏതായാലും ഈ ഏപ്രിൽ മാസത്തെ ഒപ്പീനിയൻ പോളിൽ 400-ൽ പരം സീറ്റുകൾ BJPക്ക് നൽകിയിരുന്നു. ഒപ്പീനിയൻ പോളുകൾ പല മാധ്യമങ്ങളും. അപ്പോൾ ഇന്ന് KJ ജേക്കബ് എഴുതിയപ്പോൾ കണ്ടത് ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ 600 ആകുമോ എന്തോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. കൂട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ഇത് കൂടാനുള്ള സാധ്യതകളുമുണ്ട്. ശരി. ഏതായാലും ഇതൊരു തമാശയാണ് കേട്ടോ. ആ തമാശയ്ക്കൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ തമാശ കണ്ടുകൊണ്ട് സർവേയുടെ വിവരങ്ങളൊക്കെ ഇങ്ങനെ പ്രേക്ഷകരുമായി പങ്കുവെച്ച് അതത്ര ഗൗരവത്തിലും അത്ര വലിയ വളരെ പിരിമുറുക്കത്തോടെ ഒന്നും കാണേണ്ട കഥയൊന്നും ഇതിനകത്തില്ല. അത് ആ നിലയിൽ തന്നെ കണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മൾ ചില ഈ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളൊക്കെ കണ്ട് വളരെ ലാഘവത്തോടെ വളരെ സുഖകരമായി ഇറങ്ങിപ്പോരുമല്ലോ. ഇത് ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച, തിങ്കളാഴ്ച ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡപ്പ് മാത്രമാണ്. കാരണം തിങ്കളാഴ്ച സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല തോതിലുള്ള ഒരു ബിസിനസ് ഉണ്ടാകണം. അതിനുവേണ്ടി കൂടിയുള്ള ഒരു കണക്കാണിത്. ഇപ്പം BJPക്ക് 400 കിട്ടുമെന്നുള്ള പ്രവചനം ഉണ്ടായാൽ തിങ്കളാഴ്ച സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാകും. അത്രയേ ഉള്ളൂ.